അപ്പാർട്ട് ഫ്രം ഷൂട്ടിംഗ്, ഈ ഒരു എന്താ ഷൂട്ടിംഗ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിന് ബാക്കിൽ എല്ലാവരും കൂടെ ഉള്ള ഒരു സിങ്ക് എങ്ങനെയായിരുന്നു? ലൈക്ക് ഒരുപാട് ഇതൊക്കെ കാണുമല്ലോ, ഫണ്ണി ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ കാണും. ഫുൾ പാർട്ടി ആയിരുന്നു അവിടെ. മൂന്നാറ് ലൈക്ക് വേറൊരു മൂവിയുടെ പ്രൊമോഷൻ ആ സമയത്ത് ധ്യാൻ ചേട്ടൻ നടക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ എവിടെ ഷൂട്ട് ചെയ്താലും ധ്യാൻ പ്രൊമോഷൻ ചെയ്യല്ലോ. ധ്യാൻ ചേട്ടനോട് നമ്മളൊക്കെ ജീവിച്ചു പോന്നു. അപ്പൊ അവിടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അത് പ്രണവിന്റെ റൂം, അത് നിവിൻ പോളിയുടെ റൂം, അങ്ങനെയൊക്കെ ധ്യാൻ ചേട്ടൻ പറയുന്നുണ്ട്. എല്ലാവരും ഒന്നിച്ചാ താമസിച്ചത്. എല്ലാവരും ഒരു സ്ഥലത്ത്, അങ്ങനെ വലിയ ഹോട്ടലിലോ ഒന്നുമല്ല. നമ്മളെല്ലാവരും ഒരു ഷൂട്ട് ചെയ്യുന്ന ഒരു ക്ലബ് ഉണ്ടായിരുന്നു. ആ കോട്ടേജിനകത്ത് എല്ലാവരും അപ്പുറം ഇപ്പുറമുള്ള റൂമും രാത്രി പുലരുന്നവരെ പാട്ടും പാടിയിട്ട് എല്ലാവരും റൂമിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഈ വർഷങ്ങൾക്ക് ശേഷത്തിന്റെ വിശേഷങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ വേറെ ഏത് ഇന്റർവ്യൂവിന് ഇടയിലാണെങ്കിലും വർഷങ്ങൾക്ക് ശേഷം എന്നൊരു ടോപ്പിക് വരികയാണെങ്കിൽ അത് ഇതുവരെയും ട്രെൻഡിങ്ങിൽ പോയിട്ടുണ്ട്. അപ്പൊ അതെന്താ, അതിന്റെ ഒരു മാജിക് എന്താണ് തോന്നുന്നത്? അത് നിങ്ങളാണ് പറയേണ്ടത്, നിങ്ങളാണല്ലോ ഇത് വിടുന്നത്. അല്ല, എനിക്ക് തോന്നുന്നത് ഇത്രയും പേര് ഒന്നിച്ച് വരുമ്പോ ഉള്ളൊരു ഹാപ്പിനെസ്സും കൂടെ ഉണ്ടാവും. പിന്നെ ദൈവം സഹായിച്ച് നമ്മുടെ കഴിഞ്ഞ ഫിലിം നന്നായിട്ട് പോയതിന്റെ ഒരു എക്സ്പെക്ടേഷനും ചിലപ്പോൾ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവുമായിരിക്കും. എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് ഈ മൂവിനെ കുറിച്ചിട്ട്? ആക്ച്വലി ഞാൻ ഒരു 2 ദിവസം നമ്മുടെ മിക്സിങ് കഴിഞ്ഞിട്ട് പടം ഞാൻ കണ്ടായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിനീതിന് ഒരു ഹഗ്ഗാണ്, ടൈറ്റ് ഹഗ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇറ്റ്സ് എ ബ്രില്യൻറ്റ് മൂവി. അപ്പം ഇനി നമ്മൾ ഭയങ്കര എക്സൈറ്റഡാ. അപ്പം ഇനി ആൾക്കാരുടെ ഒരു ഫീഡ്ബാക്കിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. ആക്ച്വലി അടിപൊളി. നമ്മളിപ്പോൾ ധ്യാൻ ചേട്ടൻ്റെ ഞാൻ തന്നെ 2-3 ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇന്റർവ്യൂ, ഓരോ ഇന്റർവ്യൂ കഴിയുമ്പോഴേക്കും ഞാൻ ഒരു 1 year മുമ്പ് എടുത്ത ഇന്റർവ്യൂവിനേക്കാളും അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 6 months കൂടുമ്പോഴൊക്കെയായിരുന്നു എടുത്തത്. നല്ല മെലിഞ്ഞ് വരുന്നുണ്ടായിരുന്നു ആള്. ലാസ്റ്റ് നമ്മൾ മറ്റേ ബുള്ളറ്റിന്റെ പ്രൊമോഷൻ വന്നപ്പോഴേക്ക്, ബുള്ളറ്റ് ഡയറീസിന്റെ പ്രൊമോഷൻ വന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മെലിഞ്ഞിട്ടുണ്ടായി. അപ്പൊ ധ്യാൻ ചേട്ടനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ചേട്ടൻ പറഞ്ഞിട്ടാ കുറച്ചത്. അപ്പോൾ ഈ ധ്യാൻ ചേട്ടനെ ലൈക്ക് വണ്ണം കുറയ്ക്കാനായിട്ട്, തടി കുറയ്ക്കാനായിട്ട് അത് എങ്ങനെയായിരുന്നു? ഡിഫിക്കൽട്ട് ആയിരുന്നു? ഒരുപാട് ഇങ്ങനെ പ്രഷർ ചെയ്യേണ്ടി വന്നോ, അതോ നല്ല ഹാർഡ് വർക്കിംഗ് ആയിരുന്നു? അവന് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അവനങ്ങനെ ഒരു ഡയറ്റ് എടുത്ത് മെലിഞ്ഞ് ഒരു ഇപ്പോൾ ഈ സീക്വൻസ് ഒക്കെ നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ആദ്യം ഷൂട്ട് ചെയ്യുന്ന പോർഷൻ, ഇവർ മെഡ്രാസിലേക്ക് വരുന്ന പോർഷൻ ഇച്ചിരി തടി ഉണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ അത് തുടങ്ങിയിട്ട് ഒരു 21 days കഴിയുമ്പോൾ നാട്ടിലാണ് ഷൂട്ട്. അപ്പോൾ അതാണ് ഏർലി സ്റ്റേജ് ഇവരുടെ കാണിക്കുന്നത്. അപ്പോൾ ആ സമയം ആകുമ്പോഴേക്കും ശരിക്കും മെലിയണം. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ ചീക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആ ടൈം ആകുമ്പോഴേക്കും അത് കുറയണം. അപ്പോൾ അത് ആ 21 days ഡയറ്റ് ഇങ്ങനെ പിടിച്ച് കറക്റ്റ് ഞങ്ങൾ നാട്ടിലെത്തുന്നതിന് ഒരു 4 ദിവസം മുമ്പ് ഫുൾ ലിക്വിഡ് ഡയറ്റ് മാത്രമാക്കി. അങ്ങനെ ഒരു 4 days അതും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ടീസറിൽ കാണുന്ന ഫസ്റ്റ് ഷോട്ടില്ലേ, അതിൽ സ്കിന്നൊക്കെ ശരിക്കും ധ്യാൻ്റെ മാറിയത് കാണാൻ പറ്റും. അപ്പോൾ ആ സ്കിന്നിന്റെ ലൈറ്റ്നെസ് ഒക്കെ വന്നത് അതുകൊണ്ടാണ്. മെഡ്രാസ് പോർഷനിലൊക്കെ ഉള്ള സ്കിന്നും നമ്മുടെ നാട്ടിലുള്ള സമയത്തുള്ള സ്കിന്നും ഒക്കെ കാണുമ്പോൾ അതിന്റെ ഫീൽ തന്നെ മാറിയിട്ടുണ്ട്. അതെ, നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ അവൻ. അത് പിടിച്ച് പിന്നെ സെക്കൻഡ് ഹാഫിൽ എന്നോട് ചോദിച്ചു എങ്ങനെയാന്ന്. ഞാൻ പറഞ്ഞു സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, ഡയറ്റ് പ്രശ്നമല്ലാന്ന്. അപ്പോഴേക്കും പിന്നെ 10 ദിവസം കിട്ടിയത് ഫുൾ ഫുഡ് അടിച്ചിട്ട് പഴയ പോലെയല്ല, എന്നാലും കുറച്ച് തടി വെച്ചിട്ടാണ് സെക്കൻഡ് ഹാഫ്. വിനീതേട്ടൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ തടി കുറച്ചില്ലെങ്കിൽ വേറെ ആളെ എടുക്കും, അങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിട്ടുണ്ട്? അങ്ങനെയൊന്നും ഞാൻ തടി കുറയ്ക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ആൾക്ക് നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ എടുക്കുമ്പോൾ എപ്പോഴും ഏട്ടന്റെ മൂവി എന്ന് പറയുമ്പോൾ ഭയങ്കര കോൺഫിഡൻസാ. ഏട്ടന്റെ മൂവി ആണല്ലോ അങ്ങനെയൊക്കെ എപ്പോഴും ഇന്റർവ്യൂസിലൊക്കെ പറയുന്നതാണ്. ലൈക്ക് ഏട്ടനോട് അത്രയും ഒരു ലൈക്ക് റെസ്പെക്ട് ഒക്കെ ശരിക്കും എപ്പോഴും കാണിക്കുന്ന ഒരാളാണോ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ച് റെസ്പെക്ട് ഉണ്ടെന്നൊന്നും. റെസ്പെക്ട് എല്ലാം ഉണ്ട് അത്, പക്ഷെ സംസാരിക്കാറില്ലല്ലോ. ഉള്ളിൽ ഭയങ്കര റെസ്പെക്ട് ആണ്. എന്റെ മുഖത്ത് നോക്കിയിട്ട് അവൻ ഇതുവരെ എന്നോടൊരു നല്ല വാക്ക് പറഞ്ഞു. പുറത്തു പോയിട്ട് പറയുന്നുണ്ട് സമാധാനം. ഈ പുറത്തു പോയിട്ട് വിനീതനെ കുറിച്ച് പറയുന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഇവന് എന്തിനാ ഇതൊക്കെ പറയുന്നത് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ? അതൊക്കെ നിങ്ങളൊക്കെ എൻജോയ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അത് അവന്റെ കോമഡി അല്ലേ, നിങ്ങൾ ഇപ്പല്ലേ കാണുന്നുള്ളൂ, ഞാൻ എത്ര കൊല്ലമായിട്ട് പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാ. അതെ, ഒരു വ്യത്യാസമില്ല. ഈ മൂവി ചൂസ് ചെയ്യാനായിട്ട് ധ്യാൻ ചേട്ടൻ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ എന്തെങ്കിലും സജഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട്? എൻ്റെ ഒരു ഇന്റർവ്യൂവിനകത്ത് ചേട്ടൻ പറയുന്നുണ്ടായി
ആ പൊട്ടിയെ പൊട്ടോ വിജയിച്ചാൽ വിജയിക്കട്ടെ എന്നൊരു മൂവിയൊക്കെ. അപ്പൊ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് അങ്ങനെ ഒരുപാട് മൂവീസ് ചേട്ടൻ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ വിനീതേട്ടൻ വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് എന്തെങ്കിലും സജഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ, ഇങ്ങനത്തെ മൂവി ലൈക്ക് ചൂസ് ചെയ്യണം അങ്ങനെയൊക്കെ? ഞങ്ങൾ എല്ലാരും പറയാറുണ്ട്, ആരും പറയുന്നത് കേൾക്കൂല. എപ്പോഴും പറയാം. വിശാഖ് പറയാറുണ്ട്, അജു പറയാറുണ്ട്, എല്ലാരും പറയാറുണ്ട്, അവന്റെ ഭാര്യ പറയാറുണ്ട്, അർപ്പിതയും പറയാറുണ്ട്. ആരും പറയുന്നത് കേൾക്കൂല. എന്താ പറയാറ്? ആളെന്താ പറയാറ്? അങ്ങനെ ഞാൻ ഇതിനൊരു ജോലിയായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഒരു ദിവസം 9 to 5 ജോലി ചെയ്യുന്ന ആൾക്കാർ ഓരോ ദിവസവും ചെയ്യുന്ന അത് ഒരു എന്താ പറയാ, ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾ ഡെയിലി ഒപ്പിടുക, ഹായ് നല്ല ഒപ്പ് എന്ന് പറഞ്ഞു. അതൊരു തൊഴിൽ മേഖലയാണ്. അപ്പോൾ എല്ലാ ദിവസവും ജോലിക്ക് പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എല്ലാ ദിവസവും സിനിമ കാണാം, എല്ലാ ദിവസവും ജോലി എടുക്കണം. അതാണ് അത്ര ആഗ്രഹം. അടിപൊളി. ഇപ്പൊ ചിരിക്കാൻ വേറെ ആരും വേണ്ടല്ലോ, വീട്ടിലായാലും എല്ലാം ഈ ഒരാൾ മതിയല്ലോ, ഫുൾ പാക്കേജ് ആണല്ലോ. എന്റെ വീട്ടിലല്ലല്ലോ, ഞാൻ മദ്രാസിലാണ്. അതെ, എന്നാലും കാണുമ്പോൾ ഈ ഒറ്റ ഒരാൾ മതിയല്ലോ ഫുൾ ഓളത്തിന് വേണ്ടിയിട്ട്. അതെ അതെ അതെ. അതുപോലെ നമ്മള് ചേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്ന കേട്ടു, ബേസിലേട്ടൻ ഈ ഒരു ഇതിന്റെ പേര് ഫസ്റ്റ് ഡേ ഷൂട്ടിന് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ക്യാരക്ടറിന്റെ നെയിം പോലും അറിയുന്നുണ്ടായിരുന്നില്ല. അതെന്താ ശരിക്കും? അപ്പൊ നിങ്ങൾ ക്യാരക്ടർ നെയിം ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല? ബേസിലിന്റെ അടുത്ത് ഞാൻ ഫോണിൽ ഒരു 2 മിനിറ്റ് മാത്രമേ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ തന്നെ ഞാൻ വന്നോളാന്ന് പറഞ്ഞു. പിന്നെ സ്ക്രിപ്റ്റ് പറച്ചിലോ കാര്യമോ ഒന്നും നടന്നിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ചോദിച്ചു, കേൾക്കണോ? കുഴപ്പമില്ല, ഞാൻ വന്നിട്ട് കേട്ടോളാം എന്ന് പറഞ്ഞു. അങ്ങനെ മൂന്നാർ വന്നപ്പോൾ തൊട്ട് ഇവർ എല്ലാവരും ഫ്രണ്ട്സ് ആണല്ലോ, എല്ലാവരും കമ്പനി അടിച്ച് വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ബഹളം വെച്ച് ഇങ്ങനെ നടക്കുക. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, എടാ നിനക്ക് നിന്റെ ക്യാരക്ടറിന്റെ പേരെങ്കിലും അറിയോ? പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട്, പേരെന്താ? അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രദീപ്. പ്രദീപാ, വേറെ എന്തെങ്കിലും പേര് വെച്ചോ? അപ്പൊ ഞാൻ ചോദിച്ചു, വേറെ എന്ത് പേരാ നീ പ്രതീക്ഷിക്കുന്നത്? പ്രണവ്.